വെൽക്കം ബാക്ക് അഗൈന്. ഷർഫുമാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. പള്ളിക്കത്താഴം, തിരുങ്ങാടി പള്ളിക്കത്താഴം. റോഡ് നിറച്ച് നടത്തക്കാരാണ്. സമയം ഏകദേശം 6 മണി ആയിട്ടുള്ളൂ. ഈ ഏരിയ ഫുള്ളായിട്ട് കൈവരി വെച്ച് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു ഇരിപ്പടം ഉണ്ട്. ആ ഇരിപ്പടം വരെ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് കണ്ട പൂച്ചട്ടിക്ക് വെച്ച്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് പേര് ഇരുന്നിട്ട് സംസാരിക്കുന്നത് കാണാറുണ്ട്. ചാരി ഇരിക്കാൻ വേണ്ടി ഇവർ വെറൈറ്റി ആയിട്ട് ചെയ്തത് സാധാ കയറാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ചാരി ഇരിക്കാൻ. ഇതാണ് ചാരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാ ഇങ്ങനെ നമുക്ക് ആയാസത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല റിലാക്സ് ആയിട്ട് നമ്മളെ വീട്ടിലും പരീക്ഷിക്കാൻ പറ്റും. ഈ ടൈപ്പ് ചേറ്റയും പൊടിക്കൊക്കെ ബദൽ ഇങ്ങനെ കയറുകൊണ്ട് നെറ്റോടൊക്കെ ചെയ്താൽ ഇരിക്കാൻ നല്ല സുഖം ഉണ്ടാവും. വൈകുന്നേര സമയത്തൊക്കെ ഇതേപോലെ പാടത്ത് വന്നിരിക്കുമ്പോഴുള്ള ഫീലിംഗ് ഒന്ന് ആലോചിച്ചാൽ തന്നെ പോരെ. ഇവിടെ കാറ്റും കൊണ്ട് ഈ ഇരുത്തിരുന്ന് ഇങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് സ്വറ പറയുമ്പോഴുള്ള ഒരു രസം അത് വേറെ തന്നെയാണ്. ഇവിടെ പോയി ഇരിക്കണമെങ്കിലും അവനവൻ്റെ മൊബൈലേക്ക് ഇരിക്കലാണ് ചെയ്യാറ്. ഇങ്ങനത്തെ സ്ഥലമൊക്കെ ആകുമ്പോൾ വട്ടം കൂടി ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫേസ് ടു ഫേസ് കാണാനും പറ്റും, സംസാരിക്കാനും പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നാട്ടിലൊക്കെ നടക്കുന്ന എല്ലാ സംഗതികളും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. രാഷ്ട്രീയ ആയാലും പിന്നെ എന്തായാലും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വിവരങ്ങളുണ്ടാവില്ല. ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ ഇവിടെ. റോഡിനോട് ചാരിയിട്ടിന് ഒരു കുളം ഉണ്ട്. ഇതൊക്കെ ആദ്യം ഇവിടെ ഭയങ്കര വൃത്തിഹീനമായിട്ട് കിടന്നായിരുന്നു. ഇപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ആമ്പലും ഇതൊക്കെ എടുത്ത് ഒഴിവാക്കിയപ്പോൾ നല്ല വൃത്തിയുണ്ട് കാണാൻ. അവിടെ 2 കടകളെങ്ങാണ്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വന്ന് അവിടുന്ന് ചായയും കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇതിനോട് ചാരി ഒരു വീട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞ് വീട്. ഇത്തിരി സ്ഥലമുള്ളൂ, പക്ഷേ ആ ഇത്തിരി സ്ഥലത്ത് ഫുള്ളായിട്ട് വീട് പൊളിച്ച് നല്ല അടിപൊളി വീട്. നമ്മളവിടെ കണ്ടതുപോലെ ഇവിടെ ഉണ്ട് ഇരിക്കാനുള്ള സ്ഥലം കേട്ടോ. വൈകുന്നേരം ആയാലും ഇവിടെയൊക്കെ വന്ന് ഇരുന്നിട്ട് സ്വറ പറയാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ തീരെ കാണാൻ കിട്ടാത്ത സംഗതികളാണ് ഇവിടെ എല്ലാതും ചെയ്തു വെച്ചിട്ടുള്ളത്. സൗഹൃദങ്ങൾക്ക് വില നൽകുന്ന ആളുകളാണ് ഇവിടെയുള്ള അധികം പേരെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ കുഞ്ഞു പൂക്കൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഓപ്പണായിട്ട് ഒരു ജിംനേഷ്യം ഉണ്ട്. ആർക്കും വന്നിട്ട് കളിക്കാം ഫ്രീ ആയിട്ട്. ആ ജിംനേഷ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ സ്ഥലം കൊടുത്തു. തിരങ്ങാടിയിലുള്ള ഒരു ടീം കെയ്സാൻ എന്ന് പറഞ്ഞ ആ ക്ലബ്ബ് വന്നിട്ട് ചെറിയൊരു ജിംനേഷ്യം ഉണ്ടാക്കി കൊടുത്ത് അത്യാവശ്യം എല്ലാ സംഗതികളും അതിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓപ്പൺ ജിംനേഷ്യം. നമ്മളെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഏരിയയിലൊക്കെ ഇൻ്റർലോക്കാണ് പതിച്ചിട്ടുള്ളത്. കൈവരി നേരത്തെ അവിടെ നിന്ന് തുടങ്ങി കൈവരി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിന് ലാസ്റ്റ് വരെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നടന്നു വന്നപ്പോൾ തന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് വിത്ത് ജിംനേഷ്യം. അത് നല്ല അടിച്ച് പൊളിച്ച് ഇവർ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ ഇതിനെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് മറ്റേ പനമര ഇതിവിടെ ആദ്യം ഉള്ളതാണോ അല്ല രണ്ടാമത് വെച്ചാണോ എന്തായാലും നല്ല രസമുണ്ട്. കഴുങ്ങൊക്കെ അവിടെ തന്നെ ഉണ്ട്. കഴുങ്ങിനൊന്നും ഒഴിവാക്കിയിട്ടില്ല. തെങ്ങ് എല്ലാം ഇതിനുള്ളിലുള്ള സംഗതി ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ എക്സസൈസിനുള്ള കേട്ടോ ഈ ഇതൊക്കെ. ഗ്രീൻ വാലി ഓപ്പൺ ജിം ആൻഡ് കിഡ്സ് പ്ലേ. ഇത് കണ്ടില്ലേ? നമുക്ക് വയറ് കുറക്കാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഇതും അതേപോലെ എക്സസൈസിനുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ചെയ്ത് ഇതും നമ്മൾ നേരത്തെ ചെയ്ത ഐറ്റംസാണ്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ എക്സസൈസാണ്. നല്ല ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കീയാനുള്ളത് അത് മാത്രമല്ല, ഇതിനുള്ളിൽ ചെറിയൊരു ലൈബ്രറിയും കൂടി ഉണ്ട്. ഇത് വായിക്കാനും പുസ്തകങ്ങളുണ്ട്. ഇതിനുള്ളിലുണ്ട് കുറച്ച് ടൂൾസുകൾ, ക്യാരം ബോർഡ് ഉണ്ട്. ഈ ഏരിയയുള്ള കുട്ടികൾക്ക് പുറത്തൊരു പാർക്കിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള സകല ആൾക്കാർക്കും ഇവിടെ കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവർ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
എന്താ സുഖം, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ട് ഇത് കണ്ട തൂണിൻ്റെ ഷേപ്പിൽ ഇരിക്കാനുള്ള ഇരിപ്പിടുണ്ടാക്കിയിരിക്കുന്നു. ഇത് ഇവിടുത്തെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയതാണ് അവർക്ക് ഇരിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ 2-3 ഇരിപ്പിടം ഇവിടെ കണ്ട്. ഈ ഏരിയത്തെ ഒരു ക്ലബ്ബുണ്ട്, അതിൻ്റെ പേരാണ് എന്താണ് അലിബിലി ബാറ്റിൽ ഷിപ്പ് എന്നാണ് ഓരോ പേര്, ഓരോ ക്ലബിൻ്റെ പേര്. ഓരോ ചെറിയൊരു തോണിൻ്റെ രൂപത്തിൽ എന്താ ഇരിക്കണം ഇരിപ്പിട്ടുണ്ടാക്കിയത്. തോണിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കണ്ട മാരുതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. തോണിൻ്റെ ഫ്രണ്ട് ഭാഗമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇവിടെ ഗ്ലാസ് ഉണ്ട്. ആ സൈഡിൽ ഗ്ലാസ് ഇട്ട് നോക്കിയാൽ സീറ്റ് വരെ ഉണ്ടായിരുന്നു. ഒരു ഹൗസ് ബോട്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ തന്നെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കുടിവെള്ളം ഐ ലവ് ചെറുമുക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇൻ്റർലോക്ക് ഇട്ട ഭാഗം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നേരം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഐ ലവ് ചെറുമുക്ക് എന്നുള്ള ബോർഡ് കണ്ടില്ല ഞങ്ങൾ. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഇതിനെ സൗന്ദര്യവൽക്കരിച്ചിട്ടുള്ളത്. എല്ലാ നാട്ടിലും ഇതേപോലെ എല്ലാവരും സൗന്ദര്യവൽക്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. നമുക്ക് വേറെ അങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. എല്ലാ സംഗതി അവനാൻ്റെ നാട്ടിൽ തന്നെ കിട്ടും. നമ്മൾ ഇതുപോലത്തെ സംഗതികളൊക്കെ തേടിയിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങൾക്ക് പോകല്. ഇവിടെ ഇത് ഇരിക്കാനുള്ള ചെറിയൊരു ഇരിപ്പിടുണ്ടാക്കിയാണ്. ഇവിടെ ഇരിപ്പിടുണ്ടാക്കിയിട്ടോ ഇരിക്കാൻ. ഇവിടെ ഒന്നുകൂടെ എല്ലാ രസമുണ്ട് കേട്ടോ. ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് ചാരിയിട്ടന് ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. അങ്ങോട്ടോ 4 കൂടി ജംഗ്ഷന് കണ്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് ചെമ്മാട്, തിരുരങ്ങാടി, ചെറുമുക്ക് എല്ലാ ഭാഗത്തും പോകാൻ പറ്റും. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ്. ഇവിടെയാണ് സമൂസക്കുളം എന്ന് പറഞ്ഞ കുളം ഉള്ളത്. ലാസ്റ്റ് ഇതിൻ്റെ അതുവരെയാണ് നമ്മൾ സ്ഥിരമായിട്ട് നടക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പാടത്തിൻ്റെ അറ്റത്ത് കൂടി നടന്നിട്ടാണ് ഇതുവരെ വന്നത്. ഇവിടെ നിന്ന് അങ്ങനെയല്ല, ഇവിടെ പാടത്തിൻ്റെ നടുക്ക് കൂടെയാണ് ഈ റോഡ്. അപ്പോൾ അതിനേക്കാളും നല്ല രസമാണ് ഇവിടെ കാണാൻ. എങ്ങനെയുണ്ട്? നല്ല വൈബല്ല. ഇവിടെ ഇപ്പം എന്താ പ്രത്യേകിച്ച് ഉള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്കാ നാച്ചുറാണ്. ഇവിടെ ഉള്ള നാച്ചുറിനെ പോലെ ഒന്നുകൂടി ബ്യൂട്ടിയാക്കി അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ എല്ലാ ചുറ്റുഭാഗത്തും ഉണ്ടാവും. അത് ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് വന്നിരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും അതിനോടനുബന്ധിച്ച് 2-3 ആൾക്കാർക്ക് കച്ചവടം, അതിൻ്റെ തൊട്ടടുത്ത് പെട്ടിക്കട കെട്ട് കച്ചവടം ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ നമ്മൾ നാട്ടുകാർ വിചാരിച്ചാൽ തന്നെ മതി. ഈ ഏരിയയിലുള്ള ജനങ്ങളും അതേപോലെ തന്നെ ഭയങ്കര സഹകരണമാണ്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വലിയൊരു സംരംഭം വിജയിപ്പിക്കാൻ പറ്റിയത്. തോട് ഈ റോഡിനോട് ചാരിയിട്ട് ഒരുപാട് ദൂരം പോകുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഇപ്പം മഴക്കാലമാകുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഈ റോഡ് നേരെ പോകുന്നത് ആ സമൂസ കുളത്തേക്കാണ് പോകുന്നത്. ആ കുളത്തിൽ ഒരുപാട് ആൾക്കാർ ചാടി കുളിക്കുന്നുണ്ട് രാവിലെ തന്നെ. സമൂസൻ്റെ ആകൃതിയിലുള്ളതുകൊണ്ടാണ് അതിന് സമൂസക്കുളം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ചെറിയ കുളം സമൂസൻ്റെ ആകൃതി ആയതുകൊണ്ട് നമുക്കൊരു ഗ്യാങ് ആയിട്ട് വന്നാൽ തന്നെ അതിൻ്റെ ചുറ്റുഭാഗം ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം, കുളിക്കുകയും ചെയ്യാം. ഭയങ്കര വൈബാണ്. ചെറുതാണെങ്കിലും നല്ല അടിപൊളി വൈബായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പേഴ്സണലി. ഞാനും സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കുളിക്കാറൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ നടക്കാൻ വേണ്ടി വന്നതാണ്. കൂടെ ഉള്ളത് പെങ്ങളാണ് കേട്ടോ. ചെറുമുക്കിൻ്റെ സൗന്ദര്യവൽക്കരണം അത് നമുക്ക് എല്ലാവർക്കും പാടാക്കാൻ പറ്റും. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇതേപോലത്തെ ഒരുപാട് രസമുള്ള ഏരിയകളൊക്കെ ഉണ്ടാവും. ആ ഉള്ള ഏരിയനെ ഓണം പോലെ നമ്മൾ സൗന്ദര്യവൽക്കരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി.